എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ 65 ആണ്. വളരെ രുചികരമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ സിമ്പിളുമാണ്. ഈ ഒരു വീഡിയോയും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാദാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ 65 തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1:200 അളവിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു മാരിനേഷൻ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതുണ്ട്. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം. കാശ്മീരി മുളക് പൊടിക്ക് എരിവുണ്ടാവില്ല, പകരം ചിക്കന് നല്ലൊരു കളർ കൊടുക്കുന്നതാണ്. ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും കൂടെ. നമ്മളിന്നിവിടെ എടുത്തിട്ടില്ല 1:200 ഗ്രാം അളവിലുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന മസാലകള്. കൂടെ തന്നെ 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി. ഇനി വേണ്ടത് 1/2 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് കുരുമുളക്, അതുപോലെ ഒരു 15 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ചതച്ചിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മള് കുരുമുളകും പെരിഞ്ജീരകം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവില് പുളിപ്പില്ലാത്ത തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാല മുഴുവനും തന്നെ ഞാനൊന്ന് കുഴച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് അല്പം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കണം. ആദ്യമേ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് വറുത്ത അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കോൺഫ്ലോർ കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോട്ടിങ് നമ്മൾ ചെയ്തെടുക്കുന്നത് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനും ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാനിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ചിക്കൻ പീസും ഒന്നിലൊന്നും മുട്ടാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്കൊന്ന് മുരിച്ചെടുക്കാനും. ഈ ഒരു സമയത്ത് കുറച്ച് വറ്റൽ മുളക് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എണ്ണയിൽ നിന്നും ചിക്കൻ കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനിവിടെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗാർണിഷ് കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇതേ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ കാറ്ററിംഗുകാരൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കൊഴിപ്പിച്ചല്ലേ ഇത് ചെയ്യാറുള്ളൂ. അപ്പൊ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ്. നമുക്ക് അധികം ഒന്നും ഓയിലിന്റെ തന്നെ ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോ നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഓയിലിപ്പോ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് എണ്ണയിലേക്ക് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. ഈ ഒരു സവാളയ്ക്കും ക്യാപ്സിക്കത്തിനൊക്കെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ക്യാപ്സിക്കവും സവാളയും 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവില് ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ കൂടെ ചേർക്കാം. ക്യാപ്സിക്കമൊക്കെ അതിൻ്റെ ആ കളറൊന്നും നഷ്ടപ്പെടരുത്. ഇനി ചിക്കൻ പീസുകൾ ചേർക്കുവാണ്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെയല്ല തയ്യാറാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.